ഹായ് ഫ്രണ്ട്സ്, ഹെക്സൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തണിലെ ലാംഡ ഫംഗ്ഷനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വീഡിയോയെ പറ്റിയുള്ള നമ്മുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പൈത്തണിലെ ലാംഡ ഫംഗ്ഷൻ എന്താണ്, ലാംഡ ഫംഗ്ഷൻ എങ്ങനെ ഇതിനെ ഡിഫൈൻ ചെയ്യാം, കോൾ ചെയ്യാം എന്നൊക്കെ, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ലാംഡ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ഫംഗ്ഷൻ പോലെ തന്നെയാണ്. ഇതിനെ നമ്മൾ അനോണിമസ് ഫംഗ്ഷൻ എന്നും വിളിക്കും, അനോണിമസ് ഫംഗ്ഷൻ എന്നും വിളിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഇതിന് നെയിം കൊടുക്കാറില്ല. ഇതിനെ ഡിഫൈൻ ചെയ്യാൻ അതിന് നെയിം ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അനോണിമസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോർമലി നമ്മൾ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഡിഫ് എന്നൊരു കീവേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പൊ നമുക്ക് സ്ക്വയർ കാണാനായിട്ടുള്ള ഒരു ഫംഗ്ഷൻ നോക്കാം. സ്ക്വയർ നമ്മളിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എന്നിട്ട് റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ നോർമലി ഒരു ഫംഗ്ഷൻ എഴുതാൻ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമുക്കതിനെ കോൾ ചെയ്യാം. പ്രിന്റ് സ്ക്വയർ ഓഫ് ഇതിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ആൻസർ കിട്ടും. 100 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് നമ്മുടെ വാല്യൂ നമുക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് 5 കൊടുക്കാം. 25 കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് നോർമലി നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് അതിനെ റിട്ടേൺ ചെയ്ത് കോൾ ചെയ്യുന്നത്. അത് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് ഒറ്റ ലൈനിലായിട്ട് ലാംഡ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റും. ഒരേ ഒരു ലൈൻ യൂസ് മതിയാവും നമുക്ക് അതിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന്, ലാംഡ ഫംഗ്ഷൻ, അതാണ് ലാംഡ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒറ്റ ലൈനിൽ നമുക്ക് ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത് ഒറ്റ ലൈനിൽ ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ ലാംഡ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ലാംഡ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ലാംഡ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ലാംഡ, അതിനുശേഷം നമ്മളൊരു ആർഗ്യുമെന്റിനെ റിട്ടേൺ ചെയ്യുന്നു. ഒരു ആർഗ്യുമെന്റിനെ പാസ് ചെയ്യുന്നു. അതിനുശേഷം അതിനെ റിട്ടേൺ ചെയ്യുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫംഗ്ഷൻ തീർന്നു. ഇനി നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി, ഇതിനിപ്പം നെയിം ഒന്നുമില്ല. അപ്പം ഇതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. ഞാൻ SQ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ SQനെ ആക്സസ് ചെയ്യാം. പ്രിന്റ് സാധാരണ പോലെ തന്നെ 4 എന്ന് കൊടുക്കാം. സിക്സ്റ്റീന്ന് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം 16 ആൻസർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് 5 കൊടുക്കാം. 25 കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതേപോലെ ഒറ്റ ലൈനിൽ നമുക്ക് അത് ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്ത് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതിനെയാണ് നമ്മൾ ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്. അതിന് നമുക്ക് നെയിം ഒന്നുമില്ല. നമ്മൾ ലാംഡ എന്ന് പറഞ്ഞിട്ട് ഒരു കീവേഡ് മാത്രമാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് ആ വേരിയബിളിനെ ആക്സസ് ചെയ്യുന്നു. അതിന്റെ ആ വാല്യൂനെ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു വേരിയബിൾ ആണ്. ഇതിനകത്ത് ലാംഡ ഫംഗ്ഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതിൽ എത്ര ആർഗ്യുമെന്റ്സിനെ വേണമെങ്കിലും പാസ് ചെയ്യാം. പക്ഷെ എക്സ്പ്രഷൻ ഒന്ന് മാത്രമേ പാടുള്ളൂ. ആർഗ്യുമെന്റ്സ് എത്ര വേണമെങ്കിലും ആവാം, പക്ഷെ എക്സ്പ്രഷൻ ഒന്ന് മാത്രമേ പാടുള്ളൂ. ഞാൻ അങ്ങനെ ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്യാം. ലാംഡ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് A, B, A+B പ്രിന്റ് 2,3 5. അതായത് ഇവിടെ നമുക്ക് രണ്ട് ആർഗ്യുമെന്റ്സ് ഉണ്ട്, പക്ഷെ ഒരൊറ്റ എക്സ്പ്രഷനേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തില് ആർഗ്യുമെന്റ്സ് നമുക്ക് എത്ര വേണമെങ്കിലും പാസ് ചെയ്യാനായിട്ട് പറ്റും, പക്ഷെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരെണ്ണേ പാടുള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഒറ്റ ലൈനിൽ ക്രിയേറ്റ് ചെയ്ത് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റുന്ന ഫംഗ്ഷൻസിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലാംഡ യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഒറ്റ ലൈനിൽ ആണ് ലാംഡ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം
ഇനി നമുക്ക് ഈ ലാംഡ ഫംഗ്ഷനെ വേണമെങ്കിൽ നമുക്ക് ഒരു ഫംഗ്ഷന്റെ ഉള്ളിലായിട്ട് എഴുതാൻ പറ്റും. അതെങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെ ലാംഡ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു ലിസ്റ്റിൽ നിന്ന് ഞാൻ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് നമ്പേഴ്സിനെ ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് ഉള്ള ഒരു ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ നിന്ന് എനിക്ക് ഈവൻ നമ്പേഴ്സിനെ മാത്രം ഫിൽട്ടർ ചെയ്ത് മറ്റൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ നോർമലി നമുക്കത് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഡിഫ് ഈവൻ നമ്മൾ നോർമലി ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു വേരിയബിളിനെ പാസ് ചെയ്യുന്നു ആർഗ്യുമെന്റ് ആയിട്ട്. ഇഫ് എക്സ് മോഡ് 2 ഈക്വൽസ് 0 ആണെങ്കിൽ റിട്ടേൺ എക്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് അതിനെ ഫിൽട്ടർ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്കൊന്നുകൂടെ നോക്കാം. ഫിൽറ്റർ നമ്മൾ ഒരു ഫംഗ്ഷനെ ഒബ്ജക്റ്റ് ആയിട്ടാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ ഫിൽറ്റർ ഈവൻ നമ്മുടെ ലിസ്റ്റിന്റെ പേര് list1 കൊടുക്കുന്നു. അതിനുശേഷം പ്രിന്റ് ലിസ്റ്റ് ആയിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ലിസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ലിസ്റ്റ് ഓഫ് എഫ്. നമുക്കതിൽ നിന്ന് ഈവൻ നമ്പേഴ്സിനെ നമുക്ക് ഇവിടെ ഇങ്ങനെ മറ്റൊരു ലിസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ അവൈലബിൾ ആയിട്ടുള്ള ഈവൻ നമ്പേഴ്സിനെ നമുക്ക് കിട്ടി. ഇത് നമുക്ക് ലാംഡ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഒറ്റ ലൈനിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ബാക്കിയുള്ളതൊക്കെ മാറ്റി നമുക്ക് ഈ ഈവൻ ഇവിടുന്ന് കളയാം. f is equal to filter. നമുക്ക് ലാംഡ എന്ന് കൊടുക്കാം. ലാംഡ എക്സ് വാല്യൂ ആർഗ്യുമെന്റിനെ പാസ് ചെയ്യുന്നു. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ ചെയ്യാം. എക്സ് മോഡ് 2 ഈക്വൽസ് 0 list1 പ്രിന്റ് ലിസ്റ്റ് ഓഫ് എഫ്. ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ അത്രയും 2-3 ലൈനിൽ എഴുതിയ കാര്യം നമ്മൾ ഒരൊറ്റ ലൈനിൽ ഫിൽറ്റർ ഫംഗ്ഷനിൽ ലാംഡ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തു. അതിന്റെ കൂടെ നമ്മൾ ആ ലിസ്റ്റിനെയും പാസ് ചെയ്തിട്ടുണ്ട്. അതിനെ പ്രിന്റ് ചെയ്യിക്കുന്നു. നമുക്ക് മുൻപ് കിട്ടിയ പോലെ തന്നെ നമ്മുടെ വാല്യൂസ് നമുക്ക് ആ ഒരു ഈവൻ നമ്പേഴ്സ് എടുത്തിട്ട് മറ്റൊരു ലിസ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഓഡ് നമ്പേഴ്സിനെ ചെയ്യണമെങ്കിലും ഇങ്ങനെ തന്നെയാണ്. 1 3 5 7 9 ഇതിൽ നിന്നുള്ള ഓഡ് നമ്പേഴ്സിനെ നമുക്ക് മറ്റൊരു ലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഇത്തരത്തില് ലാംഡ ഉപയോഗിച്ചിട്ട് ഫംഗ്ഷനെ ഒരൊറ്റ ലൈനിലാക്കി എഴുതാനായിട്ട് സാധിക്കും. ഒരു ഒറ്റ ലൈനിലായിട്ട് ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്ത് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ നമുക്ക് ഇതേപോലെ ഒരു എക്സ്പ്രഷൻ ഉള്ള ഫംഗ്ഷൻസിനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആർഗ്യുമെന്റ്സ് നമുക്ക് എത്ര വേണമെങ്കിലും പാസ് ചെയ്യിക്കാം. പക്ഷെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരെണ്ണേ പാടുള്ളൂ. അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബാക്കി നമ്മുടെ നമുക്കൊരൊറ്റ ലൈനിൽ ഈസി ആയിട്ട് എങ്ങനെ നമുക്കൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത് റിട്ടേൺ ചെയ്യാം എന്നുള്ളതാണ്. ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാംഡ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഓക്കെ, താങ്ക് യു.